കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാവർക്കും ഇരട്ട ജീവപര്യന്തമാക്കി അവരുടെ ശിക്ഷ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഉത്തരവിലെ ഹൈലൈറ്റ്. ഒപ്പം ഇതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത രണ്ടുപേർ കെ കൃഷ്ണനും ജ്യോതി ബാബുവും രണ്ടുപേരെയും കഴിഞ്ഞ തവണ കോടതി ഈ വാദം കേട്ട സമയത്ത് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ്. രണ്ടുപേർക്കും ജീവപര്യന്തം തടവ് വിധിക്കുകയും ചെയ്തിരിക്കുന്നു. ഷിത ജഗത്ത് തുടരുന്നുണ്ട്. ഷിത, ഇതിലിപ്പോൾ നേരത്തെ കെ രമ പറഞ്ഞത് ഗൂഢാലോചന പങ്കെടുത്തവർ എന്ന് വെച്ചാൽ ഈ കൃത്യത്തിന് പിറകിൽ പങ്കെടുത്ത എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിയമ പോരാട്ടം തുടരും, സുപ്രീം കോടതിയിൽ പോകും, പ്രോസിക്യൂഷനും ഹയർ അപ്പീൽ പോകും എന്ന് കെ രമ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഈ കെ കൃഷ്ണനും ജ്യോതി ബാബുവും ഉൾപ്പെടെയുള്ള പ്രതികളും സുപ്രീം കോടതിയിലേക്ക് ഹയർ അപ്പീലിന് പോകാനുള്ള സാധ്യത തന്നെയല്ലേ ഉള്ളത്? അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും സൈഫുദ്ദീൻ, അവർ ഹയർ അപ്പീൽ സുപ്രീം കോടതിയെ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഈ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് വിചാരണ കോടതിക്ക് വ്യക്തമായതാണ്. ആ സാഹചര്യത്തിൽ അവർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ കെ രമ പറയുന്നത്, കെ രമയും RMPയും നേരത്തെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ പ്രതികൾ മാത്രമല്ല ഇതിന് പിന്നിലുള്ളത്, ഇതിന് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വടകരയിൽ TP ചന്ദ്രശേഖരൻ RMP എന്ന പാർട്ടി രൂപീകരിച്ചതാണ് ഈ കുറ്റകൃത്യത്തിലേക്ക്, TP ചന്ദ്രശേഖരന്റെ വധത്തിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അത് ഈ RMP രൂപീകരണത്തിന് ശേഷം സ്വാഭാവികമായിട്ടും CPMന്റെ ഒരു കുത്തകയായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് CPMന് തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്ന ഒരു സമയം കൂടിയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു. അതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. CPMന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ ഗൂഢാലോചന നടത്തിയതെന്നുള്ളതാണ് കെ രമയും ഒപ്പം തന്നെ RMP ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്യുന്നത്. അതിൽ P മോഹൻ ഉൾപ്പെടെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് P മോഹൻ. വിചാരണ കോടതി ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കണ്ടുകൊണ്ട് വെറുതെ വിട്ട ഒരാളാണ്. കെ കൃഷ്ണനെയും ഒപ്പം തന്നെ ഈ ജ്യോതി ബാബുവിന്റെയും കൂടെ 3 പേരെയുമായിരുന്നു കോടതി വെറുതെ വിട്ടിരുന്നത്. ഇതിൽ P മോഹൻ ഇപ്പോഴും P മോഹനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണം എന്ന് പറയുന്നത് ഓർക്കാട്ടേരിയിലെ പൂക്കടയിൽ വെച്ച് TP ചന്ദ്രശേഖരനെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. എന്നാൽ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആ സമയത്ത് വിചാരണ കോടതിയിൽ സാധിച്ചിരുന്നില്ല. അതിൽ ആ സമയത്ത് CPMന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഈ ഓർക്കാട്ടേരിയിൽ പൂക്കടയിൽ ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന സമയത്ത് P മോഹൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ ഹാജരാക്കിയിരുന്നു പ്രതിഭാഗം കോടതിയിൽ. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഹൈക്കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ കൂടെ കഴിഞ്ഞ ദിവസം കെ രമ വ്യക്തമാക്കുകയും ചെയ്തതാണ്, അതിനെതിരെ കൂടെ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. അതിനുള്ള പിന്നിലുള്ളവരെ എല്ലാം തന്നെ കണ്ടെത്താൻ വേണ്ടി ഉന്നത കോടതിയെ, സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം കെ രമ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2012 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. 2012 മെയ് 4 വള്ളിക്കാട്ട് വെച്ച് ബോംബെറിഞ്ഞും വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു TP ചന്ദ്രശേഖരനെ. അതിനുശേഷം ആണ് ഇത്രയും വർഷമായി, ഏകദേശം 12 വർഷത്തോളമായി ഈ സംഭവം നടന്നിട്ട് ഇതിന്റെ നിയമ പോരാട്ടം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ കെ രമ തുടരുകയാണ്. ഇനിയും ഇവിടെ ഇപ്പോൾ പ്രതികൾക്ക് അവർ പറഞ്ഞിരുന്ന ശിക്ഷ ലഭിച്ചിട്ടില്ല, വധശിക്ഷ വേണമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ കോടതിയാകട്ടെ അപൂർവമായ കേസുകളിൽ മാത്രമാണ് വധശിക്ഷ നൽകാറുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമായി ഉയർത്തുന്നത്. കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ശിക്ഷയായി തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് പോരാ എന്നുള്ള കാര്യം കെ രമ ഉന്നയിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ രമ കോടതിയെ സമീപിക്കും. അതിനൊപ്പം തന്നെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും ഉൾപ്പെടെയുള്ളവർ ശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടും കോടതിയെ സമീപിക്കും.